സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം, അതുമായി ബംഗാളിൻ്റെ അതിർത്തി കടന്നാൽ കാലുവെട്ടും എന്നാണ് ബംഗാളിലെ ദീദി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയ ഉഗ്ര ശാസനം മുന്നറിയിപ്പ്. എന്നാൽ SIRമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയായിരുന്നു. കേരളമടക്കം 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കാനുള്ള നടപടികൾ നവംബർ 4 തന്നെ പതിവ് പോലെ മുൻ നിശ്ചയിച്ച പ്രകാരം ആരംഭിച്ചു. കാരണം ബീഹാറിൽ 1ാം ഘട്ട SIR നടപ്പാക്കിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതാണ് രാജ്യം മുഴുവനും SIR നടപ്പാക്കണം എന്ന്. 1950 ശേഷം നമ്മുടെ രാജ്യത്ത് 9 തവണ SIR നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന നടപടി, അതിലെ തെറ്റുകുറ്റങ്ങളും പിഴവുകളും എല്ലാം തീർത്ത് ശരിയായ വോട്ടർ പട്ടിക ജനങ്ങൾക്ക് നൽകുന്നതിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനാപരമായ ചുമതലയുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. സുപ്രീം കോടതി അതിനെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയുമായിട്ട് മുന്നോട്ട് പോകാം. ഇതിനെതിരെ ബംഗാളിലെ മമത മാത്രമല്ല രംഗത്ത് വന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ സ്റ്റാലിനും കേരളത്തിലെ പിണറായി വിജയനും, ഈ 2 പേരും മുഖ്യമന്ത്രിമാരാണ്. 2 പേരും ഇതിനെതിരെ രംഗത്ത് വന്നു. കേരളം തമിഴ്നാടുമായി ചേർന്ന് ഒരു പടി കൂടെ കടന്ന് ഇതൊരു നിയമ പോരാട്ടത്തിനുള്ള അവസരമാക്കി മാറ്റും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും SIRനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന കേരളവും തമിഴ്നാടും പതുക്കെ അവിടെ നിന്ന് പിന്മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ദിവസങ്ങൾ ഇത്രയായി, ഇന്നിപ്പോൾ നവംബർ 10 ഒക്കെ ആയി. ഇതുവരെ കേസുമായി സുപ്രീം കോടതിയെ നിയമപരമായിട്ട് SIRനെ എതിർക്കാൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകാൻ ഒന്നും ഈ 2 സംസ്ഥാനങ്ങളും തയ്യാറായിട്ടില്ല. മമതയാകട്ടെ പതിവ് പോലെ വീരവാദമൊക്കെ മുഴക്കി SIRമായിട്ട് ഇങ്ങോട്ട് വന്ന കാലുവെട്ടും കൈവെട്ടും എന്നൊക്കെ മമത പറഞ്ഞുവെങ്കിലും അവിടെ അതിശക്തമായ നടപടികളുമായിട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയി. അവിടുത്തെ ഉദ്യോഗസ്ഥരെ തന്നെ അതിന് നിയോഗിച്ചു. എന്നാൽ ആ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് മതിയായ സംരക്ഷണം വേണം, അതൊരുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടു. കേന്ദ്രം അതിനനുസരിച്ച് അവരെ സംരക്ഷിക്കുമെന്ന് വ്യക്തമായ ഉറപ്പ് നൽകി അതിനുള്ള നടപടി സ്വീകരിച്ചു. അവിടെ BJPയുടെ നേതാവ് സുവേന്ദു അധികാരി ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, SIRമായി വരുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ഏതെങ്കിലും ഒരു തൃണമൂലുകാരൻ ശ്രമിച്ചാൽ അതിൻ്റെ ഫലം ഭയാനകമായിരിക്കും. തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് അതിന് മറുപടി പറയിക്കും. കായികമായിട്ട് തന്നെ അതിനെ ഞങ്ങൾ നേരിടും. അവർക്ക് പ്രതിരോധമൊരുക്കും, അവരെ സംരക്ഷിക്കും. ഉദ്യോഗസ്ഥർക്ക് ഒരാപത്തും ഉണ്ടാകാൻ BJP അനുവദിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു വാർത്താ സമ്മേളനത്തിൽ. എന്തായാലും SIR ഇപ്പോൾ ആരംഭിച്ചിട്ട് ഒരാഴ്ചയോളം ആകുന്നു. 6 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബംഗാളിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച വളരെ വിചിത്രമാണ്. ധാരാളം ആൾക്കാർ ബംഗാൾ വിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഒരുതരം കൂട്ടപ്പലായനമാണ്. സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. കൊച്ചു കുട്ടികളെയും ഒക്കെ എടുത്ത് വലിയ ഭാണ്ഡക്കെട്ടുകളും അവരുടെ സാമാനങ്ങൾ, വീട്ടു സാമാനങ്ങളും ഒക്കെ ആയിട്ട് നാട് വിട്ടിങ്ങനെ വരിവരിയായിട്ട് പോകുന്ന കാഴ്ച പല ഉത്തരേന്ത്യൻ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് രസകരമായ ഉത്തരം കിട്ടുന്നത്. ഇവരെല്ലാം ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമാണ്. ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശിൻ്റെ ഈ ബംഗാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ, നമ്മുടെ മാൾഡ, അതുപോലെ മുർഷിദാബാദ് തുടങ്ങിയ ജില്ലകളിൽ ഈ വ്യാജ വോട്ടർ ID കാർഡുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തു. ലക്ഷക്കണക്കിന് വോട്ടർ ID കാർഡുകൾ പിടിച്ചെടുത്തു. അതോടുകൂടി ഈ കച്ചവടം തന്നെ പൊളിഞ്ഞു. ഇവർക്കാർക്കും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇവരുടെ കൈവശമെല്ലാം ഇരിക്കുന്നത് വ്യാജരേഖകളാണ് എന്ന് മനസ്സിലായി. ഇതുമായിട്ട് SIRലേക്ക്, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിലേക്ക് ചെല്ലാൻ സാധിക്കില്ല. ഈ കൈവശമിരിക്കുന്ന കാർഡുകൾ പുറത്ത് കാണിച്ചാൽ അകത്താകും എന്ന് വ്യക്തമാണ്. അങ്ങനെ ഇവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഇവർ കൂട്ടപ്പലായനം ചെയ്യുകയാണ്.
ഏതാണ്ട് 2 ലക്ഷത്തോളം ബംഗ്ലാദേശികളും റോഹിംഗ്യകളും നിലവിൽ ബംഗാൾ വിട്ടു എന്നാണ് വിവരം. ഇവർ എങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിലും രസകരമായ ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നത്. ഇവർക്ക് ആസാമിലേക്കോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കോ ഒന്നും പോകാൻ സാധിക്കുന്നില്ല. കർശനമായ സുരക്ഷ അവിടുത്തെ സർക്കാരുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ട് ആ ജില്ലകളിലേക്ക് ആ സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവർ കർണാടകയിലേക്കും തെലങ്കാനയിലേക്കും തമിഴ്നാട്ടിലേക്കുമൊക്കെ കൂട്ടത്തോടെ വന്ന് കയറുകയാണ്. ഇവരെ ഈ പറഞ്ഞ തമിഴ്നാടും കർണാടകയും തെലങ്കാനയും കേരളവും ഒക്കെ ഇവരെ സംരക്ഷിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലങ്കാന, ഹിമാചൽ തുടങ്ങിയ സംസ്ഥാനങ്ങൾ, അതുപോലെ കോൺഗ്രസ്സിന് സ്വാധീനമുള്ള ചില പോക്കറ്റുകൾ, അവിടെയൊക്കെ ഇവരെ താൽക്കാലികമായിട്ട് കൊണ്ട് താമസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് കോൺഗ്രസോ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും തന്നെ വ്യക്തമായ ഒരു ആക്ഷേപമോ ആരോപണമോ ഒന്നും ഉന്നയിച്ചിട്ടില്ല കോൺഗ്രസിനെതിരെ. പക്ഷേ ഇക്കാര്യം പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവർ കൂട്ടത്തോടെ കർണാടകയിലേക്കും തെലങ്കാനയിലേക്കും അതുപോലെ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും ഒക്കെ കടക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന ട്രെയിനുകളിൽ അവിടേക്ക് മടങ്ങിപ്പോകുന്ന ട്രെയിനുകളിൽ ഇവർ കൂട്ടത്തോടെ ബംഗാളിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അതുപോലെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലേക്കും ഇവർ കൂട്ടത്തോടെ പോകുന്നതായി സൂചനയുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യം വളരെ ജാഗ്രതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ കൃത്യമായിട്ടും കണ്ടെത്തി ഡിറ്റൻഷൻ സെൻ്ററുകളിലേക്ക് മാറ്റി ഡീപ്പോർട്ട് ചെയ്യുന്ന നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അത് പുരോഗമിക്കുന്നുണ്ട്. പല സ്ഥലത്തും പോലീസ് റെയ്ഡുകൾ നടക്കുന്നു. കേരളത്തിൽ ഓപ്പറേഷൻ ക്ലീൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അത് എറണാകുളം ജില്ലയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് പോലെ നടപ്പാക്കിയിട്ടുണ്ട്. 100 കണക്കിന് ബംഗ്ലാദേശികളെ പെരുമ്പാവൂരിലും വടക്കൻ പറവൂരിലും നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് മാറ്റി. അവർക്ക് ചെറിയൊരു കാലയളവിലേക്ക് തടവ് ശിക്ഷ നൽകാൻ സാധ്യതയുണ്ട്. അത് പൂർത്തിയാക്കിയാൽ അവരെ ഉടൻ തന്നെ ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യും, ബംഗ്ലാദേശിലേക്ക് ഡീപ്പോർട്ട് ചെയ്യും. ബംഗ്ലാദേശ് പറയുന്നത് ഇവരൊന്നും ബംഗ്ലാദേശികളല്ല, ഇവരൊക്കെ റോഹിംഗ്യകളാണ്, ഞങ്ങൾക്ക് ഇവരെ ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ ബംഗ്ലാദേശ് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇവർ ഈ ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിർണയം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ ബംഗ്ലാദേശിലേക്കും റോഹിംഗ്യകളെ തിരിച്ച് മ്യാൻമാറിലേക്കും അയക്കുന്ന നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ വലിയ SIR-നെതിരെ വലിയ വായിൽ എതിർപ്പുമായി രംഗത്ത് വന്ന മമത ഇതേക്കുറിച്ചൊരക്ഷരം 2 ലക്ഷം ആൾക്കാർ ബംഗാളിൽ നിന്ന് കൂട്ടത്തോടെ സ്ഥലം വിട്ടിട്ട് അതിനെക്കുറിച്ചൊരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല. മാധ്യമപ്രവർത്തകരടക്കമുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മമതയോ തൃണമൂൽ കോൺഗ്രസോ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളോ ഉത്തരം പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, വോട്ട് ചോരി എന്ന രാഹുലിൻ്റെ ആരോപണവും ആക്ഷേപവും എന്ത് അജണ്ട വെച്ചുകൊണ്ടുള്ളതാണ് എന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും ഇവിടുത്തെ വോട്ടർ പട്ടികയിലേക്ക് ചേർത്തുകൊണ്ട് തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ വേണ്ടി, സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണിതെന്ന് വ്യക്തമായി. എന്തായാലും ഈ പറഞ്ഞതുപോലെ 2 ലക്ഷത്തോളം ആൾക്കാർ ബംഗാളിൽ നിന്ന് കൂട്ടത്തോടെ നാട് വിട്ടിട്ടും ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ ബംഗാൾ ഭരിക്കുന്ന മമതാ സർക്കാരോ ഇവരുടെ സഖ്യകക്ഷികളായ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളായ തമിഴ്നാട് ഭരിക്കുന്ന DMK-യുടെ സ്റ്റാലിനോ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോ, കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോ ഒന്നും ഇതേക്കുറിച്ചൊരക്ഷരം മിണ്ടിയിട്ടില്ല. മമതയുടെ മൗനം പേടിപ്പെടുത്തുന്നതാണ്. മമത വലിയ രീതിയിൽ SIR-നെതിരെ ഹാലിളകി രംഗത്ത് വന്നയാളാണ് മമത. വീട്ടിലേക്ക് ചെന്ന, അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ആ പ്രോസസ്സ്, ആ നടപടി
പരിഷ്കരിക്കുന്ന നടപടിയുമായിട്ട് വീട്ടിലേക്ക് ചെന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഫോം വീട്ടിൽ വെച്ചു. പക്ഷേ ഇത് പൂരിപ്പിച്ച് നൽകില്ല എന്ന വെല്ലുവിളിയാണ് മമത ഉയർത്തിയത്. ഏറ്റവും അവസാനം മാത്രമേ ഞാനിത് പൂരിപ്പിച്ച് നൽകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മമത തടി ഊരുന്ന കാഴ്ച മാത്രമാണ് നമ്മൾ കണ്ടത്. SIR-നെ ഒരു തരത്തിലും സ്തംഭിപ്പിക്കാൻ, അത് റദ്ദാക്കാൻ മമതയ്ക്കോ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിക്കും അതിന് കഴിഞ്ഞില്ല. കോൺഗ്രസ് ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിൽ പോയെങ്കിലും അവിടെയും തോറ്റു. വളരെ കൃത്യമായിട്ട് ബംഗാളിൽ SIR പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.